നമസ്കാരം. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു മഹാദുരന്തമാണ് ഒരു വഞ്ചന. E20 പെട്രോൾ. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിൽ ജന്തർ മന്ദറിൽ കുറെ പാറ്റകൾ സമരം നടന്നു. അവരുടെ പ്രതിഷേധം അവസാനം മന്ത്രിയുടെ രാജിയിലേക്കും മറ്റുമെല്ലാം, അതായത് ഇവർ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി അനുസരിച്ച് സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. അർജൻസി അത്രത്തോളമുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിന് പ്രതികാരം എന്നോണം ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ മുഴുവൻ പ്രതികളാക്കി അവർക്കെതിരെ കേസെടുത്ത് അവരുടെ ഭാവി തൊലയ്ക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ. ഓരോ സംസ്ഥാനങ്ങളും ആ രീതിയിൽ എത്രത്തോളം പ്രക്ഷോഭങ്ങൾ കൂടെ നടക്കുന്നുണ്ട്, അങ്ങനെ നടക്കുന്നുണ്ടോ? ഇത് നീതിയുക്തമായ കാര്യമാണ്. അതായത് അവരെ കൊള്ള നടന്നില്ല. അവർക്ക് ഈ ചോദ്യപേപ്പർ ചോർത്തി കൊടുത്തുകൊണ്ട് അവർക്ക് കിട്ടുന്ന കോടികൾ ഈ കുട്ടികളെ തടഞ്ഞു. അതാണല്ലോ കുറ്റം. അത്തരത്തിൽ തടയപ്പെട്ട് അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിച്ച ഈ ചെറുപ്പക്കാർ, ഈ കുട്ടികൾ, അവരെന്താ പറഞ്ഞത്? അതിനിരകളായിട്ടുള്ള കുറെ പേര്, ജീവനൊടുക്കിയ കുറച്ച് പേരുണ്ട്. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ്. അവർക്കും ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ നമുക്ക്. ആ ജീവിതത്തിൽ എവിടെയും എത്താൻ കഴിയാതെ അതിന്റെ തുടക്കത്തിൽ തന്നെ കൊഴിഞ്ഞുപോയ ശലഭങ്ങൾ അവർക്ക് വേണ്ടി സംസാരിച്ചു. ഈ നാട്ടിലെ നാളത്തെ ഭാവിയായിട്ടുള്ള, നാളെ നമ്മുടെ ഭാരതത്തെ നയിച്ചു കൊണ്ടുപോകേണ്ട നിലനിർത്തേണ്ട ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരെ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ചപ്പോൾ, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ ഇല്ല എന്ന് കരുതിയപ്പോൾ, അല്ലെങ്കിൽ അത് സാഹചര്യം വന്നപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട്, അവരാണ് ഇവിടെ നല്ലൊരു ഭാഗം എന്നതുകൊണ്ട് മാത്രം അവരുടെ മുന്നിൽ സാഷ്ടാംഗം കീഴടങ്ങേണ്ടി വന്ന കേന്ദ്ര സർക്കാർ. അതിന് നാണക്കേടും നഷ്ടപ്പെട്ട കോടികളുമൊക്കെ, അതായത് ഇനി വരാൻ പോകുന്ന കോടികളുണ്ടല്ലോ, ആ കോടികളുടെയൊക്കെ കണക്കിൽ പ്രതിചേർത്ത് പ്രതികാരം ചെയ്യുകയാണ് ഇപ്പോൾ സത്യത്തിൽ ഈ കുട്ടികളെ മുഴുവൻ. എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും സംസ്ഥാനങ്ങളിലെല്ലാം അതുണ്ട്. ഇപ്പൊ അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കുമ്പോൾ പുതിയ ഒരു കൂട്ടായ്മ ഉണ്ടായി വരുന്നു. CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു കൂട്ടായ്മ അതിന്റെ വിജയം കണ്ടുകൊണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന അരാജകത്വങ്ങളെ, ജനദ്രോഹ പരിപാടികളെ നേരിടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളൊന്നും നിൽക്കില്ല എന്നും, അവരൊക്കെ ഈ കച്ചവടത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ട് ഈ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി അവർ തന്നെ ഇറങ്ങിയേ പറ്റൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരത്തിലൊരു വിഭാഗം ഇപ്പോൾ അടുത്തൊരു സംഭവത്തെ സൃഷ്ടിച്ചു കൊണ്ടുവരുന്നത്. ഈ പഴയകാലത്തെ പ്രക്ഷോഭങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP അവർ നടത്തിയിട്ടുള്ള ആ പ്രവർത്തനങ്ങളിൽ നിന്നോ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പുതിയ ഒരു ശക്തി, ഒരു കൂട്ടായ്മ, E20 ജനതാ പാർട്ടി അഥവാ EJP എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പുതിയ പ്രസ്ഥാനം എക്സിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളെല്ലാം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ, അതായത് ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ വലിയ ജനപിന്തുണയും ജനശ്രദ്ധയും പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയധികം ജനശ്രദ്ധ ആകർഷിക്കുന്നുണ്ടെങ്കിൽ അവരോട് തീവ്രവാദം അവരുടെ മേലെ ചാർത്തി കൊടുത്തിട്ടോ മറ്റൊന്നും കാര്യമില്ല. ഈ സർക്കാരിൽ ജനം സംതൃപ്തരല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഈ സർക്കാർ മനസ്സിലാക്കുന്നില്ല. പകരം അവരെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. എതിർ ശബ്ദങ്ങൾ ഒരു ഏകാധിപതിയായിട്ട് അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ ഒരു ഭരണം ഇവിടെ കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. ജനങ്ങൾക്കിടയിൽ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന കടുത്ത അമർഷവും ആശങ്കയുമാണ് സത്യത്തിൽ ഈ ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മയുടെ തരംഗത്തിന് മേൽ പ്രവർത്തിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് ഈ E20 ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പരിശോധിച്ചാൽ, രാജ്യത്തെ ഓരോ പൗരനും ലഭിക്കേണ്ട അർഹമായ അവകാശങ്ങളെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. പെട്രോളിൽ യാതൊരു വിധത്തിലുള്ള എത്തനോളും കലർത്താത്ത 100% ശുദ്ധമായ പെട്രോൾ ഇന്ധനമായി ലഭിക്കുക എന്നത് ഈ രാജ്യത്തെ ഏതൊരു സാധാരണക്കാരായ പൗരന്റെയും മൗലികമായ അവകാശമാണ് എന്നാണ് EJP ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അമിതമായി എത്തനോൾ കലർത്തിയിട്ടുള്ള E20 പെട്രോൾ വിപണിയിൽ നിന്നും സമ്പൂർണമായി പിൻവലിക്കണം. ഇവർ അതിശക്തമായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് അതാണ്. സത്യത്തിൽ E20 പെട്രോൾ ഇന്ധനം വിതരണം ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽക്കേ രാജ്യത്തിന്റെ വാഹന ഉടമകൾക്കിടയിലും അതുപോലെ പൊതുജനങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വന്നിരുന്നു, ഇപ്പോഴുമുണ്ട്. പെട്രോൾ എഥനോൾ ചേർക്കുന്നതിലൂടെ വാഹനങ്ങളുടെ ഇന്ധനക്ഷമത, മൈലേജ് വലിയ തോതിൽ കുറയുന്നു. അത് വലിയ പരാതിയാണ്. ഡ്രൈവർമാരെല്ലാവരും അത് തന്നെയാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഇതിനു പുറമെ വാഹനങ്ങളുടെ എഞ്ചിന് കേടുവരുത്തുന്നു, വളരെ ദോഷകരമായി ബാധിക്കുന്നു, എഞ്ചിന്റെ ആയുസ് വളരെ കുറയ്ക്കുന്നു, വലിയ കേടുപാടുകൾ ഉണ്ടാക്കുന്നുണ്ട്, തകരാറ് വരുത്തുന്നുണ്ട്, പിസ്റ്റൺ തകരാറ് വരുത്തുന്നുണ്ട്. ഇനി ഇരുചക്ര മറ്റ് വാഹനങ്ങളാണെങ്കിൽ അതിന്റെ കാർപ്പറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ
തകരാറ് വരുത്തുന്നുണ്ട്. അങ്ങനെ സർവത്ര പരാതികൾ നിലനിൽക്കുന്നുണ്ട്. സാധാരണക്കാരുടെ സാമ്പത്തിക ഭാരം, അവരുണ്ടാക്കുന്ന ഭാരം മുഴുവൻ കൊള്ളയടിക്കാൻ വേണ്ടി പാഴ്സായിട്ടും പുതിയ വാഹനങ്ങളായിട്ടും ഒക്കെ കൊള്ളയടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു തന്ത്രമായിട്ടാണ് E20 പെട്രോളിനെ ഇന്ന് ജനം മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ന്യായമായിട്ടുള്ള ജനകീയ പരാതികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്ന ആശങ്കകൾക്കൊന്നും വ്യക്തമായിട്ടുള്ള മറുപടിയില്ല. അത് പറയുന്നതിന് പകരം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഇതിനെയെല്ലാം തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു കടന്നാക്രമണമായിട്ട് ചിത്രീകരിക്കുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിതിൻ ഗഡ്കരിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പൊതുസമക്ഷത്തിൽ അപമാനിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്താനും വേണ്ടിയിട്ട് ആസൂത്രിതമായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം പ്രചരണങ്ങൾ എന്നാണ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ആരെയാണ് യഥാർത്ഥത്തിൽ അപമാനിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ലളിതമായ ചില യാഥാർത്ഥ്യങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. ജനങ്ങൾ അങ്ങനെയാണ് ഈ ഒരു പ്രചരണത്തെ വിലയിരുത്തുന്നത്. പെട്രോൾ, എഥനോൾ കലർത്തുന്ന E20 പദ്ധതി രാജ്യത്ത് ആരംഭിക്കുന്ന സമയത്ത് സിയാൻ എഗ്രോ എന്ന ഒരു പ്രമുഖ കമ്പനിയുടെ ഒരു ഓഹരിയുടെ വിപണി വില വെറും 40 രൂപ, ഇന്ത്യൻ രൂപ 40 രൂപ മാത്രമായിരുന്നു. അതായത് 40 രൂപയ്ക്ക് ആ കമ്പനിയുടെ ഒരു ഓഹരി ആർക്കും വാങ്ങാമായിരുന്നു എന്ന് സാരം. എന്നാൽ E20 പദ്ധതി നിലവിൽ വന്നതിന് ശേഷം ഇന്ന് ആ കമ്പനിയുടെ ഓഹരി ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അതിന്റെ വില കുതിച്ചുയർന്നിരിക്കുന്നത്. നിലവിൽ സിയാൻ എഗ്രോയുടെ ഒരു ഓഹരിയുടെ വില എത്തി നിൽക്കുന്നത് 3500 കടന്ന് 3600 രൂപയിലാണ്. നിസ്സാര തുകയിൽ നിന്ന് 40 രൂപയിൽ നിന്ന് 3600 രൂപയിലേക്ക് എങ്ങനെ ഇത്രയും ഭീമമായിട്ടുള്ള ഒരു തുകയിലേക്ക് ആ കമ്പനിയുടെ ഓഹരി മൂല്യം കുതിച്ചു ചാടിയത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് E20 പെട്രോൾ. ഇവിടെയാണ് കേസിന്റെയും ആരോപണങ്ങളുടെയും ഒക്കെ മർമ്മപ്രധാനമായിട്ടുള്ള വിഷയം കടന്നു വരുന്നത്. സിയാൻ എഗ്രോ എന്ന ആ ഭീമൻ കമ്പനിയുടെ യഥാർത്ഥ ഉടമ ആരാണ് എന്ന് അന്വേഷിച്ചാൽ മതി. അത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ മകനായിട്ടുള്ള നിഖിൽ ഗഡ്കരിയാണ് എന്ന് വ്യക്തമായിട്ടുണ്ടാകും. രാജ്യത്ത് പെട്രോൾ കലർത്താൻ ആവശ്യമായിട്ടുള്ള എഥനോൾ വലിയ അളവിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത് ഈ കമ്പനിയാണ്. സർക്കാർ നയങ്ങളുടെ മറവിൽ സ്വന്തം കുടുംബത്തിലെ കമ്പനിക്ക് ഇത്തരത്തിൽ ആയിരക്കണക്കിന് ഇരട്ടി സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി കൊടുക്കാൻ അവസരമൊരുക്കി എന്നത് വലിയ അഴിമതിയാണ് എന്ന് രൂക്ഷ വിമർശനം ഉയരുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ തനിക്കെതിരെയും കുടുംബത്തിനെതിരെയും ഉയർന്നു വരുന്ന ഇത്തരം കടുത്ത വിമർശനങ്ങളിലും സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിലുമൊക്കെ അസ്വസ്ഥനായിട്ടുള്ള നിതിൻ ഗഡ്കരി ഒടുവിൽ ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ബോംബെ ഹൈക്കോടതിയിലാണ് അദ്ദേഹം കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. E20 പദ്ധതിയിലൂടെ ഉള്ള സാമ്പത്തിക നേട്ടങ്ങളെ നിതിൻ ഗഡ്കരിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പങ്കുണ്ട് എന്ന് ആരോപിക്കുന്ന എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഡിജിറ്റൽ ഉള്ളടക്കങ്ങളും ഉടൻ തന്നെ നീക്കം ചെയ്യണം എന്നാണ് നിതിൻ ഗഡ്കരി ബോംബെ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കുന്ന അടുത്ത വലിയ വിഷയമാണ് ഈ E20 ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ വിഷയം ഒരു തുടക്കം അഥവാ ഒരു റൗണ്ട് 1 മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിലും വലിയ വ്യാപ്തിയുള്ള അടുത്ത ഘട്ടമായിട്ടുള്ള റൗണ്ട് 2 ലോഡായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും അദ്ദേഹത്തിന്റെ കുടുംബവും ഉൾപ്പെട്ട ഈ E20 പെട്രോൾ വിവാദം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ ഉണ്ടായി വരേണ്ടത്? ഇവിടെ പ്രതിപക്ഷം, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, മറ്റ് പാർട്ടികൾ, ഡൽഹിയിലുള്ള മറ്റ് പാർട്ടികളായിക്കോട്ടെ, അതാരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭരണകക്ഷി ആയിക്കോട്ടെ, ജനങ്ങളുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യം നോക്കിയിട്ടല്ല ഇന്ന് ഇവർക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കുറെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി അവർ തന്നെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Different angles. Don't forget to subscribe and support this channel.